ഹലോ മക്കളെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പെട്ടെന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ പോകും. അതിൽ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസും ചെറിയ കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ് ഒന്ന് പറഞ്ഞു പോകണം. ഓക്കെ, നമുക്ക് നേരെ കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യമുള്ളത് പ്ലെയിൻ മിററിൽ നടക്കുന്ന ഡീവിയേഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം റിഫ്ലക്ഷനിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ. എന്താണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ലൈറ്റ് ഒരു സർഫസിലേക്ക് ഒരു ഐ ആംഗിളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും? 180 മൈനസ് 2i ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് നേരെ അടുത്തേക്ക് പോവാം. ഒരു പ്ലെയിൻ മിററിന്, രണ്ട് പ്ലെയിൻ മിററിനിടയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇമേജുകൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ബാർബർ ഷോപ്പിലോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ ആ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ട്രിക്കാണ് നമ്മൾ പറയുന്നത്. രണ്ട് പ്ലെയിൻ മിറേഴ്സ് തമ്മിലുള്ള ആംഗിള് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 360 ബൈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ കിട്ടുന്ന വാല്യൂ ഈവൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 1 ആണ്. ആ കിട്ടുന്ന വാല്യൂ ഓഡ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ സിമ്മട്രിക് ആയിട്ടാണ് പ്ലേസ് ചെയ്തത് എങ്കിൽ, ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും സിമ്മട്രിക്കലി പ്ലേസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷൻ എക്സ് മൈനസ് 1 ആണ്. പക്ഷേ അൺസിമ്മട്രിക്കലി ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷൻ n ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, യെസ്. ഇനി നമുക്കറിയാവുന്നതാണ് നമ്മളെ സ്ഫെറിക്കൽ മിറേഴ്സ്. രണ്ട് മിറേഴ്സ് ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, അല്ലേ? പിന്നെ നിങ്ങൾക്കറിയാം മിറർ ഇക്വേഷൻ. വാട്ട് ഈസ് മിറർ ഇക്വേഷൻ? 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f ആണ്, അല്ലേ? അത് കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഇത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. എന്താണ് സൈൻ കൺവെൻഷൻ? റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ യു നെഗറ്റീവ് ആണ്, വിർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ യു പോസിറ്റീവ് ആണ്. റിയൽ ഇമേജ് ആണെങ്കിൽ മിററിന്റെ കേസിൽ വി നെഗറ്റീവ് ആണ്, വിർച്വൽ ഇമേജ് ആണെങ്കിൽ വി പോസിറ്റീവ് ആണ്. അറിയാവുന്നല്ലേ? ഈ വിർച്വൽ ഇമേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു ലൈറ്റ് ഒരു മിററിലേക്ക് കൺവേർജന്റ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ ലൈറ്റ് ഇറ്റയില് അപ്പുറത്തെ പോയിന്റിലായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ വിർച്വൽ ഇമേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരിക. പക്ഷെ ഒരു ഒബ്ജക്റ്റിനെ ഇത്ര ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതെന്താണ്? റിയൽ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ യു എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം, അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് അറിയാം മാഗ്നിഫിക്കേഷൻ. എന്താ ലീനിയർ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ? എം ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലേടാ? മൈനസ് വി ബൈ യു ആണ്. സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊന്നാണ് സ്നെൽസ് ലോ, റിഫ്രാക്ഷനിലെ സ്നെൽസ് ലോ. എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം ആണ്. അഥവാ ഇപ്പൊ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ തെറ്റിക്കുന്ന ഒരു കാര്യം, ഇത് ഐ ആണ്, ഇത് ആർ ആണ്, ഇത് സെക്കൻഡ് മീഡിയം, ഇത് ഫസ്റ്റ് മീഡിയം. സോ സൈൻ ഐ ബൈ സൈൻ ആർ എടുക്കുന്ന സമയത്ത് ലൈറ്റ് എവിടേക്കാണ് പോയത് ആ മീഡിയമാണ് സെക്കൻഡ് മീഡിയം. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എന്തെടുക്കണം? ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നെടുക്കണം. അതെടുക്കുന്നതിൽ തെറ്റരുത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യമാണ് എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണെന്ന് പറയുന്നത്. നമുക്കറിയാം n2 ബൈ n1 എന്ന് പറഞ്ഞാൽ എന്താണ്? v1 ബൈ v2 ആണ്. ദാറ്റ് മീൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മളെ വെലോസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ വേവ് ലെങ്ത്തുമായിട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദാറ്റ് മീൻസ് റെഡിനാണ് വേവ് ലെങ്ത് വയലറ്റിനേക്കാൾ കൂടുതൽ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഉണ്ടാവില്ല ആർക്കാണ്? വയലറ്റിനാണ് ദാൻ റെഡ് കളർ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അടുത്തതാണ് റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് ലാബ്. ഒരു ഗ്ലാസ് ലാബിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്താൽ അതെന്ത് ചെയ്യും? റിഫ്രാക്ട് ചെയ്ത് എമേർജ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഇൻസിഡന്റ് റേയും നമ്മുടെ എമർജന്റ് റേയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ ഇൻസിഡന്റ് റേയും എമർജന്റ് റേയും തമ്മിലുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലാറ്ററൽ ഷിഫ്റ്റ്. എന്താണ് ലാറ്ററൽ ഷിഫ്റ്റ് കാണാനുള്ള ഇക്വേഷൻ? ടി സൈൻ ഐ മൈനസ് ആർ ബൈ കോസ് ആർ, അല്ലെ? ആ ടി എന്ന് പറഞ്ഞാൽ ആ സ്ലാബിന്റെ തിക്നെസ് ആണ്, ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, അല്ലേ? യെസ്. അടുത്തതാണ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത്. നിങ്ങൾ പുറത്തു നിന്നൊരു ഒബ്ജക്റ്റിനെ ഒരു മീഡിയത്തിലേക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം?
ഈ ഒറിജിനലി ഈ ഒബ്ജക്റ്റ് ഉള്ളത് ഇവിടെയാണ്. ഇതാണ് അതിന്റെ റിയൽ പൊസിഷൻ. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ അപ്പാരന്റ് പൊസിഷൻ. അത് നമ്മൾക്ക് ഒരു മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് നിങ്ങൾക്കറിയാം അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു എന്താണ്? റിയൽ ഡെപ്ത് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നറിയാം. ആ സമയത്ത് ഈ ബോഡിക്ക് ഉണ്ടായ ഷിഫ്റ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്? h ഇൻറ്റു 1 മൈനസ് 1/n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്നറിയാം അല്ലേ? ഇനി ഒന്നിൽ കൂടുതൽ മീഡിയങ്ങൾ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സർഫസ് എടുക്കുന്ന സമയത്ത് ആ സർഫസിൽ ഒന്നിൽ കൂടുതൽ മീഡിയങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പാരന്റ്, ഇപ്പൊ ഇതിന്റെ ഡെപ്ത് h1, ഇത് h2, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, ഇതിന്റെ n1. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് ഇതിന്റെ അപ്പാരന്റ് ഡെപ്ത് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും അപ്പാരന്റ് ഡെപ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ ഒന്നിൽ കൂടുതൽ മീഡിയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അല്ലേ? യെസ്, നമുക്ക് വേഗം അടുത്തിലേക്ക് പോവാം. റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് അറിയാം? റിഫ്രാക്റ്റഡ് ആംഗിൾ 90 ഡിഗ്രി ആകുന്ന സമയത്തുള്ള ഇൻസിഡന്റ് ആംഗിളിനെ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കാന്ന് പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താ? സൈൻ സി ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. എനിവേ അത് നമുക്ക് അറിയാവുന്ന ടേമിലേക്ക് മാറ്റാം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇതൊരു സർഫസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഡെൻസർ, ദിസ് ഈസ് റയറർ. സോ ഇവിടേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഈ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് എവേ ഫ്രം നോർമൽ ബെൻഡ് ചെയ്തു. സോറി, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പൊ സർഫസിലൂടെ ബെൻഡ് ചെയ്തു പോയി. ഓക്കെ, യെസ്. ആ സമയത്ത് ദിസ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ND, ഇവിടുത്തെ NR. നിങ്ങൾക്കറിയാം സൈൻ സി ഈക്വൽ ടു എന്താണ്? NR/ND ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റയറർ മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. ഓർ സൈൻ സി ഈക്വൽ ടു VD/VR ആണ് അല്ലെ? വെലോസിറ്റി ഓഫ് ഡെൻസർ മീഡിയം ബൈ വെലോസിറ്റി ഓഫ് റയറർ മീഡിയം ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അത് റയറർ മീഡിയം എയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഈ n ഈക്വൽ ടു സൈൻ സി ഈക്വൽ 1/n എഴുതാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അടുത്തതാണ് ലെൻസ് ഫോർമുല. ലെൻസ് ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. സോ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ ഇവിടെ എന്താണ്? v/u ആണ്. അവിടെ മൈനസ് v/u ആയിരുന്നു. സോ f/f മൈനസ് u ആണ്. മിററിന്റെ കേസിൽ ഇക്വേഷൻ f/f മൈനസ് u ആണ്. ഇവിടെ എന്താ? f/f പ്ലസ് u ആണ്. ശ്രദ്ധിക്കണം. പിന്നെ ഫോക്കൽ ലെങ്ത്തും വിയും വെച്ചുള്ള ഇക്വേഷൻ f മൈനസ് v/f ആണ്. ഓക്കെ, യെസ്. ഇനി കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. കോൺകേവ് ലെൻസ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഇവിടെയും റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. വിർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. റിയൽ ഇമേജ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. വിർച്വൽ ഇമേജ് ആണ് നെഗറ്റീവ് ആണ്. അത് മിററിലും ലെൻസിലും മാറും. കാരണം എന്താ? മിററിൽ ലൈറ്റ് പോയിട്ട് അതേ മീഡിയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ റിയൽ ഇമേജ് ഉണ്ടാവല് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നെഗറ്റീവ് എടുക്കേണ്ടി വരും. ബട്ട് ലെൻസിന്റെ കേസിൽ പോകുന്ന ലൈറ്റ് അപ്പുറത്തെ സർഫസിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടേക്ക് പോവാന്ന് പറഞ്ഞാൽ അതെന്തായി? പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പൊ അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ദെൻ നിങ്ങൾക്ക് അറിയാം പവർ ഓഫ് ലെൻസ് ഈസ് 1/f. ഇനി സെന്റിമീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് തരുന്നതെങ്കിൽ നമ്മൾ പവർ എത്ര എടുക്കണം? 100/f, ബിക്കോസ് f ഇൻ സെന്റിമീറ്റർ, ഹിയർ f ഇൻ മീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, യെസ്. അടുത്തത് കോമ്പിനേഷൻ ഓഫ് ലെൻസസ്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ കമ്പൈൻ ചെയ്താൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്താ? 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 പ്ലസ് എക്സെട്ര. എഫക്റ്റീവ് പവർ കാണാൻ ഇക്വേഷൻ എന്താ? P ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര ആണ്. മാഗ്നിഫിക്കേഷൻ കാണാൻ ഇക്വേഷനോ? M ഈക്വൽ ടു M1 ഇൻറ്റു M2 ഇൻറ്റു M3. മാഗ്നിഫിക്കേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സെറ്റ് അല്ലടാ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസ്. സ്ഫെറിക്കൽ സർഫസിലുള്ള റിഫ്രാക്ഷന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ദിസ് ഇസ് എ സ്ഫെറിക്കൽ സർഫസ്. ഓക്കെ, യെസ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഇവിടെ നമ്മുടെ ഇമേജ് ഉണ്ട്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u, ഇമേജ് ഡിസ്റ്റൻസ് v. ഇവിടെ നിന്നും ഒബ്ജക്റ്റ് ഇങ്ങോട്ട് പോയി. ഓക്കെ, സോ ഇവിടെ ഇമേജ് ഉണ്ടായി എന്ന് കരുതുക. ഇൻ കേസ് ഇവിടെ ഇമേജ് ഉണ്ടായി എന്ന് കരുതുക. ഓക്കെ, ഞാൻ വരച്ച സർഫസ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ദിസ് ഈസ് അവർ സർഫസ്. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു. ദിസ് ഈസ് അവർ ഇമേജ്. സോ ഇങ്ങനെ എന്നുള്ള ലൈറ്റ് നമുക്ക് ഇങ്ങോട്ട് പോയി. സോ ദിസ് ഈസ് അവർ u, ദിസ് ഈസ് v. ഓക്കെ, യെസ്. ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? N2/v മൈനസ് N1/u ഈക്വൽ ടു N2 മൈനസ് N1/r. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് അല്ലേ? ഇനി പ്രിസത്തിന്റെ കേസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് എമേർജ് ചെയ്ത് പോകും. സോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ഐ പ്ലസ് ഇ മൈനസ് എ ആണ്. ആംഗിൾ ഓഫ് പ്രിസം എന്താണ്? എ ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. ഇവിടെ നമ്മൾ സ്നെൽസ് ലോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ സൈൻ ഐ ബൈ സൈൻ R1 ഈക്വൽ ടു n/1. ഇവിടെയാണ് സ്നെൽസ് ലോ യൂസ് ചെയ്യുന്നെങ്കിലോ സൈൻ R2 പ്ലസ് സൈൻ ഇ ഈക്വൽ ടു എന്തായിരിക്കും? 1/n ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, യെസ്, ക്ലിയർ? യെസ്. ഇനി മിനിമം ഡീവിയേഷൻ ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താ? മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ ഐയും ഇയും ഈക്വൽ ആവും, R1ഉം R2ഉം ഈക്വൽ ആകും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ സൈൻ എ പ്ലസ് മിനിമം ഡീവിയേഷൻ ബൈ 2 ബൈ സൈൻ എ ബൈ 2 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേടാ? യെസ്. ഇനി നിങ്ങൾക്കറിയാം സ്മോൾ ആംഗിൾ ഉള്ള പ്രിസം ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളോട് ആംഗിൾ ഓഫ് പ്രിസം ഈക്വൽ 3 ഡിഗ്രി 5 ഡിഗ്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഡെൽറ്റ ഈക്വൽ ടു n-1 ഇൻറ്റു എ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ക്ലിയർ? യെസ്. അടുത്തൊരു കേസ് ആണ് ഇതിൽ വരുന്നത്. എമർജന്റ് റേ ഈസ് പെർപെൻഡിക്കുലർ ടു എമർജന്റ് സർഫസ്. ഇവിടെ ഈ എമർജന്റ് റേ പോകുന്നത് നമ്മളെ എമർജന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയും? പ്രിസത്തിനെ നമ്മൾ സിൽവർ ചെയ്തു, അപ്പൊ ആ ലൈറ്റ് അതിമ തട്ടി തിരിച്ചു വന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന കേസിൽ ഇവിടെയുള്ള R2ഉം ഇയും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ R1 ഈക്വൽ ടു നമ്മുടെ എ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് സ്നെൽസ് ലോ സൈൻ ഐ ബൈ സൈൻ എ ഈക്വൽ ടു n എന്ന് എടുക്കാൻ പറ്റും. ഇതെപ്പോഴാണ്? എമർജന്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളെ ലൈറ്റ് പോകുന്നത് എന്ന് പറയുമ്പോഴാണ് അല്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് അടുത്തേക്ക് പോവാം. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ കാണാൻ ഇക്വേഷൻ എന്താ? ഈ നിയർ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഡി ബൈ എഫ് ആണ്. ഇൻഫിനിറ്റിയിലാണ് നമ്മുടെ ഇമേജ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ d/f ആണ്. ക്ലിയർ അല്ലേ? യെസ്. അതിനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിലോ മാഗ്നിഫൈങ് പവർ എന്ന് പറഞ്ഞാൽ 2 ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും. സോ മാഗ്നിഫൈങ് പവർ ഈസ് MO ഇൻറ്റു ME. അപ്പൊ നമുക്ക് എന്ത് വരും? L/FO ഇൻറ്റു d/FE എന്ന് പറയും. അപ്പൊ മാഗ്നിഫിക്കേഷൻ കൂടുതലാവണമെങ്കിൽ FOയും FEയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ സെപ്പറേഷൻ ബിറ്റ്വീൻ ലെൻസസ് ആണ്, അഥവാ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസും ഐ പീസ് ലെൻസിന്റെ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ട്യൂബ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അതാണ് NCERT പറയുന്ന പദങ്ങൾ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അടുത്തതാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയാം മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു FO ബൈ FE ആണ്. അതേപോലെ ഈ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്താ? FO പ്ലസ് FE ആണ്. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. അടുത്തതായിട്ട് നമുക്ക് പറയാം ലെൻസ് മേക്കേഴ്സ് ഫോർമുല. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല? 1/f ഈക്വൽ ടു ആക്ച്വലി ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/f ഈക്വൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ദിസ് ഈസ് ദ ആക്ച്വൽ ഇക്വേഷൻ അല്ലേ? ഇതെപ്പോഴേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ നമുക്ക് എയർ ആയിരിക്കണം നമ്മളെ സറൗണ്ടിങ് മീഡിയം. സറൗണ്ടിങ് മീഡിയം എയർ ആവുമ്പോൾ നമുക്ക് n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? യെസ്. അടുത്തതാണ് ഫോക്കൽ ലെങ്ത് ഓഫ് സം സ്റ്റാൻഡേർഡ് ലെൻസസ്. കുറച്ച് ലെൻസുകളുടെ ഫോക്കൽ ലെങ്ത് നിങ്ങൾ പഠിച്ചു വെക്കണം, അഥവാ കോൺവെക്സ് ലെൻസ് അല്ലേ? ഈ കോൺവെക്സ് ലെൻസിന്റെ 2 റേഡിയസും ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് പറയാം? ഫോക്കൽ ലെങ്ത് R/2 ഇൻറ്റു n-1 എന്ന് പറയാം. അതുപോലെ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? R/n-1 ആണെന്ന് പറയാം. അതുപോലെ കോൺകേവ് ലെൻസ് ഇതിന്റെയും 2 സർഫസിന്റെയും റേഡിയസിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഈക്വൽ നമുക്ക് എന്ത് പറയാം? -R/2 ഇൻറ്റു n-1 എന്ന് പറയാം. അത് പ്ലാനോ കോൺകേവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? -R/n-1 ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. അടുത്തതാണ് കട്ടിംഗ് ഓഫ് ലെൻസ്. നിങ്ങൾക്കറിയാം ലെൻസിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ഓരോ പീസിന്റെയും ഫോക്കൽ ലെങ്ത് എന്താവും? ഡബിൾ ആകും, പവർ എന്താവും? ഹാഫ് ആകും. അതുപോലെ നമ്മൾ ഒരു ലെൻസിന്റെ എലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന ഓരോ ലെൻസിന്റെയും ഫോക്കൽ ലെങ്തിനും പവറിനും എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. യെസ്. ഇത്രയുമാണ് നമുക്ക് ഈ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസും ചെറിയ ചെറിയ കൺസെപ്റ്റുകളും. ഇനി ഇത് വെച്ച് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കേടാ. സോ ബൈ, കാണാം.